ബാക്ക് ടു മൈ ചാനൽ സ്റ്റൈൽസ് ബൈ സിറ. ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. എന്താണെന്നറിയോ? ഇന്നാണ് ഞങ്ങളുടെ ഗ്രാജുവേഷൻ ഡേ. ഞങ്ങൾ LKG UKG ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോവാണ്. ഇന്ന് എൻ്റെ സ്കൂളിൽ ഗ്രാജുവേഷൻ ഡേ. എനിക്ക് പോകണം. കിട്ടും. എക്സൈറ്റ്മെന്റ് കൂടുതലായോണ്ട് ഞാൻ ഇന്നലെ തന്നെ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ തന്നെ നേരത്തെ എണീപ്പിക്കാൻ മറക്കല്ലേന്ന്. എന്താണാവോ, ഇന്ന് എനിക്ക് സ്കൂളിൽ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് പല്ലേപ്പും കുളിയൊക്കെ വേഗം കഴിഞ്ഞു. ഗ്രൂപ്പ് ആക്ഷൻ സോങ് ഉണ്ട്, പിന്നെ സ്പീച്ച് ഉണ്ട്, പിന്നെ ആങ്കറിങ് ഉണ്ട്, കുറെ പ്രോഗ്രാം ഉണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യാം? ഇപ്പോഴത്തെ പോലെ അല്ല കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോയി ഞാൻ കുറേ പഠിക്കാനുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ സ്കൂൾ മാറി വേറെ സ്കൂളിൽ പോയി. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അവരൊന്നും ഉണ്ടാവില്ല, വേറെ കുട്ടികളായിരിക്കും, വേറെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. എനിക്ക് അധ്യാപകയില് പോകേണ്ടത് ഇഷ്ടമല്ല. അധ്യാപകയില് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഇത് ചെയ്യാൻ പോണ്ടേ? അധ്യാപകയിൽ പോയാലും വേറെ ഫ്രണ്ട്സ് കയറിട്ടോ. അധ്യാപകയിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവരോട് പോകണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അഡ്മിഷൻ എടുത്തു. ഇനി പറ്റില്ല അവർക്ക് മാറാൻ അല്ലേ? അവർക്കറിയല്ലോ എക്സൈറ്റ്മെന്റ് ഉണ്ടോ ഇല്ലേന്ന്. കുഞ്ഞിനെ മിസ് ചെയ്യൂ. എന്തായാലും മിസ് ചെയ്യും. കുഞ്ഞോനല്ല, കുഞ്ഞോനെ എനിക്കറിയില്ല. ഓക്കെ. മാലയും കൂടിയിട്ട് എന്റെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ കാണാൻ? സൂപ്പർ ആയിട്ടില്ലേ? ഇനി ലേറ്റ് ആക്കണ്ട, നമുക്ക് വേഗം സ്കൂളിൽ പോവാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. അവളും നല്ല സുന്ദരി കുട്ടിയായിട്ട് തന്നെയാ വന്നിട്ടുണ്ടായിരുന്നേ. അവള് മാത്രല്ല, ഞങ്ങൾ എല്ലാരും നല്ല സുന്ദരന്മാരായിരുന്നു. എന്തുകൊണ്ടാന്നറിയോ? ഇന്ന് ഞങ്ങളുടെ ഡേ ആണ്.
ഞങ്ങളാണ് ഇവിടുത്തെ ഷൈനിങ് സ്റ്റേഴ്സ്. സ്കൂളും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻട്രൻസിൽ ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടാണോ സെറയുടെ ഫ്രണ്ടാണോ? പിന്നെ നിങ്ങൾ ആദ്യം കണ്ടില്ലേ, അതാണ് അനിക, എന്റെ കോ ആങ്കർ ആണ്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇന്നത്തെ ഹോൾ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത്. സ്കൂളിൽ ചെന്നപ്പോ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പതുക്കെ പതുക്കെ തിരക്കായി. പിന്നെ ഇതാരാന്നറിയോ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അനിയനാണ്. അധികം വൈകാണ്ട് പ്രോഗ്രാംസ് ഒക്കെ ഓരോന്നായി സ്റ്റാർട്ട് ചെയ്തു. ഇതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ലാന്നേ. മൈക്ക് കിട്ടിയപ്പോ എവിടുന്നാന്നറിയില്ല, ചെറിയൊരു പേടിയൊക്കെ വന്നു. എന്നാലും ഞാനത് ഈസി ആയിട്ട് മാനേജ് ചെയ്തു. അതിന്റെ മെയിൻ കാര്യം എന്താണെന്നറിയോ, ഇന്ന് എനിക്ക് ടോട്ടൽ 3 പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ടെൻഷൻ അടിക്കാൻ നേരം കിട്ടിയിട്ട് വേണ്ടേ. പിന്നെ ഞങ്ങൾ രണ്ടാളും ഓരോരുത്തർ ഇൻവൈറ്റ് ചെയ്യലും അവരുടെ സ്പീച്ചും ഇനോഗ്രേഷനും അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങള്. ജിജി മാമിന്റെ സ്പീച്ച് എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നി. മാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കുട്ടികളൊക്കെ കണ്ടാ പഠിക്കില്ലേ, കേട്ടാ പഠിക്കില്ല, കൊണ്ടാലേ പഠിക്കുമെന്ന്. നിങ്ങൾക്ക് എന്താ തോന്നണേ, ശരിയാണോ? മാമിന്റെ സ്പീച്ച് ഞാൻ കേട്ടത് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചാണ്. എന്താ കാര്യം എന്നറിയോ, ഇത് കഴിഞ്ഞ് എനിക്ക് അടുത്ത പ്രോഗ്രാം ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രൂപ്പ് ആക്ഷൻ സോങ്. അപ്പൊ ഞാൻ ബാക്ക് സ്റ്റേജിൽ അതിനു വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാമിന്റെ സ്പീച്ച് കഴിഞ്ഞതും ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു.
ആരാന്നറിയോ? ഇതെന്റെ കസിനാണ് സൈഗു. സൈഗു മാത്രല്ല, പ്രോഗ്രാം കാണാൻ എൻ്റെ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും കുട്ടും ഉഷമ്മയും ചേട്ടനും സീനമമ്മിയും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. LKG സ്റ്റുഡൻസിന്റെ ഡാൻസ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും പോയി ഗ്രാജുവേഷൻ യൂണിഫോം ചേഞ്ച് ചെയ്തു. ഡ്രസ്സപ്പ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് വെനസ്ഡേ മൂവിയിലെ സോങ് ആണ്. എന്തായാലും ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോ ചെറിയൊരു പ്രൗഡ് ഫീൽ ഒക്കെ വന്നു. ഇനി അടുത്ത സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിനു വേണ്ടിയുള്ള അനൗൺസ്മെന്റ് വന്നപ്പോ ഞങ്ങളെല്ലാരും സ്റ്റേജിന്റെ റൈറ്റ് സൈഡിൽ ലൈനായി നിന്നു. Last but not the least, we have Zera Babu. Her favorite color is orange and drink is Oreo shape. And she is well prepared for all the classes. And she wants to become a teacher. ഇനി അടുത്തത് ഗ്രാജുവേഷൻ സ്പെഷ്യൽ ഡാൻസ് ആണ്. ഫോട്ടോ സെഷനുണ്ട്, സ്പീച്ചും ആണ്. എന്റെ വോയിസ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. കേട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ ഞാൻ അതൊരു വേറെ വീഡിയോ ഇട്ട് ചെയ്യാട്ടോ. But I am sad that we won't get back those wonderful days. The past 3 years in our kindergarten have given me and my friends a good kick-start in life. I still remember when I joined in pre-KG, I know only to cry, smile and play. Then the very first, we learned to hold pencils and crayons. Do you know, thereafter we have learned so many things. Words, numbers, alphabets, stories, rhymes, etc. We have thoroughly enjoyed interesting and meaningful activities such as cultural events and various competitions. It helps us to grow physically, mentally, socially and academically. Dear teachers, we could have nowadays have you. Knowledge can express my gratitude to you. For this and more, I would like to thank Smita ma'am, Manji ma'am, Shilpa ma'am, Saraswati ma'am, Shalini ma'am and Anushka ma'am. Teachers, we love you. Special thanks to BVP School for your love and caring. Next, I would like to thank my dear parents who encouraged and supported us in our journey. I thank God Almighty for showering His blessings on us. Finally, to my fellow graduates, congratulations all. And thank you for making my school days memorable. Once again, thank you all. Have a nice day. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ do like, share and subscribe.